ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയുടെ 5th പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഓരോ സൈനും കോസും ടാനിൻ്റെയും 2x 3x അതൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോസ് 2x എത്രയാണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോസ് 2xന് എനിക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതാം. എക്സ് പ്ലസ് എക്സ് ആണ് 2x. ഓക്കെ, അപ്പോൾ ഞാൻ കോസ് എക്സ് പ്ലസ് വൈ ഫോമിൽ ആണ് ഇത് കിടക്കുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് കോസ് എക്സ് കോസ് വൈ, ഇവിടെ വൈ എക്സ് തന്നെ. അപ്പോൾ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. വൈക്ക് പകരം ഇവിടെ എക്സ് ഉണ്ട്. അതായത് കോസ് എക്സ് സ്ക്വയർ, അത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അതാണ് കോസ് എക്സിൻ്റെ കോസ് 2xൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതേ ഇക്വേഷനെ ഞാൻ ഒന്നുകൂടി എടുക്കണം. കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കോസ് സ്ക്വയർ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. എന്താ? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അങ്ങനെ കിട്ടുന്നു. മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. സോ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ് സെക്കൻഡ് ഐഡന്റിറ്റി. ഓക്കെ, ഇനി കോസ് 2x ഈക്വൽ ടു, ഞാൻ ഇതേ ഇക്വേഷൻ തന്നെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എടുത്തു. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുമ്പോൾ കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. മൈനസും മൈനസും കൂടി പ്ലസ് ആയി. അതായത് 2 കോസ് സ്ക്വയർ എക്സിൽ നിന്ന് 1 കുറച്ചു. ദിസ് ഈസ് എ തേർഡ് ഐഡന്റിറ്റി. ഓക്കെ, ഫോർത്ത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാണ് നമ്മൾ ഈ 4 ഇക്വേഷനും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഓർമ്മയിൽ ഉണ്ടാവണം. കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും പ്രത്യേകിച്ച് വാല്യൂവിൽ മാറ്റമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 1. ഇനി ഇവിടെ ഒരു വാല്യൂ പഠിച്ചിട്ടുണ്ട്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഞാൻ ഈ എല്ലാ ടേംസിനെയും 1 2 3 4 4 കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ബൈ കോസ് ടാൻ ആണ്. അപ്പോൾ ടാനിൻ്റെ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്, സ്ക്വയറിന് 2 പുറത്തേക്ക് ഇട്ടു. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ്, അത് ടാൻ എക്സ് ആണ്. ടാൻ എക്സിന് മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, ദിസ് ഇസ് ദ ഫോർത്ത് ഐഡന്റിറ്റി. അങ്ങനെ കോസ് 2xന് 4 ഐഡന്റിറ്റി ആണ് ഉള്ളത്. 4 പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് സൈൻ്റെയും എഴുതാം. സൈൻ 2x ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് സൈൻ എക്സ് കോസ് വൈ. ഇപ്പോൾ വൈക്ക് ഇവിടെ എക്സ് ആണ്, ഇത് എക്സും ഇത് വൈയും ആണ്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് സൈൻ വൈ കോസ് എക്സ്. ഓക്കെ, അതായത് ഇവിടെ എക്സും വൈയും എക്സ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എക്സിൻ്റെയും വൈയുടെ അവിടെ അത് തന്നെ ഇട്ടത്. അതായത് 2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സിന് വാല്യൂ എഴുതുക. അപ്പോൾ അതാണ് സൈൻ 2xന്റെ ഫസ്റ്റ് ഐഡന്റിറ്റി. ഇനി നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 1 ഇട്ടിട്ട് ചെയ്യും. അതായത് ഇപ്പോൾ സൈൻ 2x ഈക്വൽ ടു നമ്മളിപ്പോൾ പഠിച്ചു 2 സൈൻ എക്സ് കോസ് എക്സ്. ഈ ഇക്വേഷൻ നമ്മൾ ഫിസിക്സിൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ സൈൻ 2x എന്നുള്ള ഐഡന്റിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ 1 ചെയ്യുക. അപ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ്
പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 2 tan x ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇതാണ് സൈനിൻ്റെ സെക്കൻഡ് ഐഡൻറ്റിറ്റി. ഓക്കെ, നേരത്തെ കോസിന് 4 എണ്ണം പഠിച്ചു, സൈന് നേരെ 2 എണ്ണം, നേരെ പകുതി 2 എണ്ണം പഠിച്ചാൽ മതി. ടാൻ ഇനി 2 എണ്ണത്തിൻ്റെ പകുതി 1 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ടാൻ 2x ഈക്വൽ ടു, എനിക്ക് ടാൻ ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം എത്ര കിട്ടും? ഇതിൻ്റെ എക്സ്പാൻഷൻ ടാൻ എക്സ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. പൈക്ക് ഒരു ഇവിടെ എല്ലായിടത്തും എക്സ് ആണ്, എക്സ് കൊടുക്കുന്നു. അപ്പോൾ 2 ടാൻ എക്സിന്ന് 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് ടാൻ സ്ക്വയർ എക്സ്. ഇതാണ് ടാൻ 2xൻ്റെ ഐഡൻറ്റിറ്റി. ഇനി 4 ഇത് പഠിക്കാണ്ട് അപ്ലൈയിങ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് സൈൻ ആൻഡ് കോസ്. ഓക്കെ, അതായത് അത് എങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് വൈ. സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് സൈൻ വൈ. കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് കോസ് വൈ. കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -2 സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിൽ മിക്കവാറും 2 ആയിരിക്കും, പക്ഷേ കോസിൻ്റെ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതേ 2 നമ്പേഴ്സ് കോസിനെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം -2 ആകുന്നു. ഓക്കെ, അത് മാത്രമാണ് റെയർ കേസ്. ബാക്കി എല്ലായിടത്തും 2 ആണ് വരുന്നത്. സൈൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രോവേർട്ടാണ്. അത് സൈനെയും കൂട്ടും കോസിനെയും കൂട്ടും. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ എല്ലാം വരുന്നുണ്ട്. പക്ഷെ കോസ് എന്താണ്, ഇൻട്രോവേർട്ടാണ്. കോസ് അവൻ്റെ തരക്കാർ മാത്രമേ കൂടുള്ളൂ. ഓക്കെ, അവൻ്റെ ആളുകളെ മാത്രമേ കൂട്ടാറുള്ളൂ. പക്ഷേ 4th കേസ് ഒരു സ്പെഷ്യൽ കേസാണ്, കാര്യം -2 ആണ്. അപ്പോൾ അവിടെ മാത്രം കോസിനൊരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ സൈനിനെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ മിക്കവാറും 2 ആയിരിക്കും, എക്സെപ്റ്റ് കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈയിൽ -2 ആണ്. ഓക്കെ, അത് മാത്രമാണ് എക്സെപ്ഷൻ, ബാക്കി എല്ലായിടത്തും 2 ആണ്. പിന്നെ സൈൻ സൈൻ കോസ് കോസ് സൈൻ കോസ് കോസ് സൈൻ സൈൻ, അത് ആലോചിച്ച് എഴുതുക. ഇൻട്രോവേർട്ടിക് നേച്ചറും എക്സ്ട്രോവേർട്ടിക് നേച്ചറും നോക്കിയിട്ട് എഴുതുക. എല്ലായിടത്തും ആദ്യം കിടക്കുന്നത് എക്സും രണ്ടാമത് കിടക്കുന്നത് വൈയും ആയിരിക്കും. അതും ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ 4 എണ്ണം പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി 2 ആംഗിൾസിൻ്റെ സൈൻ ആൻഡ് കോസ് അഡീഷൻ നോക്കാം. ഓക്കെ, സിമ്പിളാണ്. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ സൈൻ എക്സ് മൈനസ് സൈൻ വൈ കോസ് എക്സ് പ്ലസ് കോസ് വൈ കോസ് എക്സ് മൈനസ് കോസ് വൈ. ഓക്കെ, അപ്പോൾ 4 ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ 2 ഇട്ട് കൊടുക്കുക. 2 2 2 2. ഓക്കെ, ലാസ്റ്റ് കോസ് എക്സ് മൈനസ് കോസ് വൈ സ്പെഷ്യൽ കേസാണ് -2. ഓക്കെ, സൈൻ ആണെങ്കിൽ ആദ്യം എഴുതേണ്ടത് സൈൻ, ഇവിടെയാണെങ്കിലും കോസ്, ഇവിടെ സൈൻ കോസ്, ഇവിടെ സൈൻ. ഓക്കെ, ഇനി ആദ്യം എക്സ് പ്ലസ് വൈ ബൈ 2 എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ബാക്കി വരുന്നത് കോസ് എക്സ് മൈനസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ ആരാണ്? കോസ് ആണ്, ഇൻട്രോവേർട്ടിക് ആണ്. കോസ് എക്സ് മൈനസ് വൈ ബൈ 2. 4th കേസ് is സ്പെഷ്യൽ, സോ സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, അപ്പോൾ 4 ഇക്വേഷൻ അതിൻ്റെ ആയി. ഇനി കോട്ട് എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഐഡൻറ്റിറ്റി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അത് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ് കോട്ട്. ഓക്കെ, ചെയ്യാം. കോസ് എക്സ് പ്ലസ് വൈ ബൈ സൈൻ എക്സ് പ്ലസ് വൈ ആണ്. കോസ് ബൈ സൈൻ ഇട്ട് കോട്ട്
എക്സ് പ്ലസ് 5. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുക, കോസ് എക്സിന്റെ എക്സ്പാൻഷൻ ചെയ്യുക, സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ ചെയ്യുക. അവിടെ കോസ് എക്സ് കോസ് വൈ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ ഇവിടെ തലതിരിച്ച് കിട്ടാൻ സൈൻ എക്സ് സൈൻ വൈ കൊണ്ട് ഇതിന്റെ എക്സ്പാൻഷനുള്ള എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കോട്ട് എക്സ് കോട്ട് വൈ -1 കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ എന്ന് കിട്ടും. ഓക്കെ, നേരെ തലതിരിഞ്ഞ പ്രോസസ്സാണ്. കോട്ട് എക്സ് -y ആകുമ്പോൾ ഈ പ്ലസ് രണ്ടിടത്തും മാറി മൈനസ് ആകും. എക്സ്പാൻഷൻ സാധാരണ പോലെ തന്നെ എല്ലാത്തിനെയും സൈൻ എക്സ് സൈൻ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി സൈൻ 3x എത്രയാണെന്ന് പഠിക്കണം. ഒരിതുണ്ട്, 3 sin x -4 sin cube x. ഓക്കെ, സൈൻ 3x എന്ന് പറയുമ്പോൾ രണ്ട് ടേംസും സൈനാണ്, ഇതും സൈനാണ് ഇതും സൈനാണ്. ഓക്കെ, നെക്സ്റ്റ് കോസ് ആകുമ്പോഴും അങ്ങനെ തന്നെ 4 cos cube x -3 cos x. ഓക്കെ, ടാൻ ആകുമ്പോൾ ടാൻ 3x ഈക്വൽ ടു 3 tan x -tan cube x ബൈ 1 - 3 tan square x. ഇത് ഓർക്കാൻ ഒരു വഴിയുണ്ട്, ഇതിലെല്ലാം ടാൻ ആണ്. സോ ടാൻ എക്സ് ടാൻ എക്സ് ടാൻ എക്സ്. ഇവിടെ മുകളിലും താഴത്തും ഒരു 3 ഇടുക, താഴത്തതിന് മാത്രം മുന്നിലൊരു -1 ഇടുക. പവറിന്റെ അറേഞ്ച്മെന്റ് 1 2 3 ഇങ്ങനെയാണ്. ഒരു വി ഷേപ്പിൽ പവേഴ്സ് 1 2 3 നാച്ചുറൽ നമ്പർ എന്നുള്ള രീതിയിലും എഴുതിപ്പോയി കഴിഞ്ഞാൽ ടാൻ 3xന്റെ ഇക്വേഷൻ കാണാതെ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളതാണ് ഒരു ASTC എന്ന് പറയുന്ന റൂള്. ഇപ്പോൾ സൈൻ π/2 -x ഞാനൊരു 8 എണ്ണം ചെയ്യാം. ഇത് ശരിക്കും 8 × 6 എണ്ണം 48 ഫംഗ്ഷൻ ഉണ്ട്. 48 ഫംഗ്ഷനും കൂടി എഴുതി കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. അതുകൊണ്ട് പിക്ക് ചെയ്തത് മാത്രം ഒരു 8 എണ്ണം ചെയ്ത് കാണിക്കാം. ബാക്കി നമുക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഒരു ക്വാഡ്രന്റിൽ ആംഗിൾസ് എഴുതുമ്പോൾ ഇത് 0 2π, ഇത് π/2, ഇത് π, ഇത് 3π/2. ഓക്കെ, ഇവിടുത്തെ ആംഗിൾസ് പറയുമ്പോൾ എനിക്ക് പറയാം 2π എക്സ് കൂട്ടിയ ഒരു ആംഗിൾ ഉണ്ടാകും. ഇതാണ് എക്സ് ഡിഗ്രി എങ്കിൽ 2π ആംഗിളിനോട് എക്സ് കൂട്ടിയത് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഈ π/2 ഏതോ ഒരു ആംഗിൾ കുറച്ചതും ആകാം, π/2 -x ആകാം. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ എന്ന് പറയുന്നത് ഈ π/2 എന്ന് പറയുന്ന ഇതിനോട് ഏതോ ഒരു ആംഗിൾ കൂട്ടി, അതായിരിക്കുമല്ലോ സെക്കൻഡ് ക്വാഡ്രന്റിൽ. അല്ലെങ്കിൽ പൈയിൽ നിന്ന് ഏതോ ഒരു ആംഗിൾ കുറച്ചു, π -x ആവാം. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ പൈയിനോട് ഏതോ ഒരു ആംഗിൾ കൂട്ടി, ദാറ്റ്സ് π + x. അല്ലെങ്കിൽ 3π/2 കുറച്ചു, അപ്പോൾ 3π/2 -x. ഓക്കെ, നേരെ തിരിച്ച് 3π/2 എന്നുള്ള ക്വാഡ്രന്റിനോട് എക്സ് കൂട്ടി ഏതൊരു ആംഗിൾ കൂട്ടി ഫോർത്ത് ക്വാഡ്രന്റിൽ വീണു, ഓർ 2π എക്സ് കുറയ്ക്കുന്നു. ഇതാണ് 8 ആംഗിൾസിന്റെ ജനറൽ നൊട്ടേഷൻ. അപ്പോൾ സൈൻ π/2 - x ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് റൂള് പറഞ്ഞിട്ടുണ്ട്, പൈയുടെ നാച്ചുറൽ മൾട്ടിപ്പിൾസ് π 2π 3π 4π അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റമില്ല, ഫംഗ്ഷൻ അത് തന്നെ. ഇവിടെ സൈനാണ്, ഇവിടെ സൈൻ. അതേസമയം പൈ ഒരു ഫ്രാക്ഷനായിട്ടാണ് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ നേരെ തിരിയും. സൈൻ കോസ് ആകും, ടാൻ കോട്ടാകും, കൊസീക്ക് സീക്കാകും. ഓക്കെ, നേരെ തിരിച്ചും കോസ് വന്ന സൈനാകും, കോട്ട് വന്ന ടാൻ ആകും, കൊസീക്ക് വന്ന സീക്കാകും. ഈ 3 ഫംഗ്ഷൻസ് ആണ് മാറി മാറി വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, പൈ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ്, π/2. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, മാറിയിട്ട് കോസ് എക്സ് ആകും. ഓക്കെ, ഇനി π/2 -x അതിവിടെ അല്ലേ വരുന്നത്, ഇവിടെ സയൻ ഈ സൈഡാണ് നോക്കേണ്ടത്, സയൻ പോസിറ്റീവ് ആണ്. സോ ദിസ് ഇസ് പോസിറ്റീവ് കോസ് എക്സ്. ഓക്കെ, ഇനി വേറൊരു ആംഗിൾ നോക്കാം, സീക്ക് π/2 -x. ഓക്കെ, അപ്പോൾ ഇവിടെ π/2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീക്ക് എന്തായിട്ട് മാറും, കൊസീക്കായിട്ട് മാറും. ഓക്കെ, കൊസീക്ക് എക്സ്. എന്നിട്ട് നോക്കുക ഏത് ക്വാഡ്രന്റിലാണ് വീണത്, അവിടെ ഈ ഫംഗ്ഷൻ എന്താണ്, സീക്ക് അവിടെ പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് കൊസീക്ക് എക്സ്. ഓക്കെ, അടുത്ത് നോക്കാം, സൈൻ π/2 + x. ഓക്കെ, അപ്പോൾ സൈൻ π/2 + x എന്ന് പറയുമ്പോൾ π/2 വന്നു. അപ്പോൾ എന്താകും, അത് കോസ് എക്സ് ആകും.
കോസ് എക്സ് നോക്കുക. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഈ ആംഗിൾ. π/2 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി, 90 ഒരു ഇച്ചിരി കൂടി. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് ആംഗിൾ പോയി. അവിടെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. AS എന്നല്ലേ, അപ്പോൾ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ കോസ് എക്സ് വന്നു. ഇനി കോട്ട് π/2 പ്ലസ് എക്സ്. ഓക്കെ, ഇവിടെയും /2 വന്നുകൊണ്ട് കോട്ട് എന്താകും? ടാൻ ആയിട്ട് മാറും. ഓക്കെ, സോ ടാൻ എക്സ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരാണ് പോസിറ്റീവ്? സൈൻ ആണ് പോസിറ്റീവ്, അപ്പോൾ കോട്ട് നെഗറ്റീവ്, സോ മൈനസ് ടാൻ എക്സ്. അത് കിട്ടിയല്ലോ. ഇനി ഒരെണ്ണം നോക്കാം. കോസ് 3π/2 പ്ലസ് എക്സ്. ഓക്കെ, അവിടുത്തെ കേസ് നോക്കുമ്പോൾ 3π/2 പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ആണ്, സോ കോസ് മാറിയിട്ട് സൈൻ എക്സ് ആകും. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്, കോസ് നെഗറ്റീവ്, സോ മൈനസ് സൈൻ എക്സ്. ഓക്കെ, പിന്നെ ഒരെണ്ണം നോക്കാം. കോട്ട് 3π/2 പ്ലസ് എക്സ്. ഓക്കെ, കോട്ട് മാറിയിട്ട് ടാൻ എക്സ് ആകും. കാര്യം ഫ്രാക്ഷൻ ആണ്, പൈ ഫ്രാക്ഷൻ ആണ്. കോട്ട് തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, AS TC എന്നല്ലേ, ഇപ്പോൾ T പോസിറ്റീവ് ആയതുകൊണ്ട് ടാൻ എക്സ് വരും. ഓക്കെ, അതാ ക്വാഡ്രൻ്റായി. ഇനി സൈൻ 3π/2 മൈനസ് എക്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 3π/2 എന്ന് പറയുമ്പോൾ 270, അതിൽ നിന്ന് ഏതൊരു ആംഗിൾ കുറച്ചു. ഓക്കെ, അപ്പോൾ അത് തേർഡ് ക്വാഡ്രന്റിലേക്ക് വരും. 270 കുറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിവേ ഇത് കോസ് എക്സ് ആണ്. കാര്യം ഫ്രാക്ഷൻ വന്നുകൊണ്ട് അത് കോസ് എക്സ് ആയിട്ട് മാറും. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്, സോ മൈനസ് കോസ് എക്സ് വരും. ഓക്കെ, ഇനി കൊസീക്ക് 3π/2 മൈനസ് എക്സ്. ഓക്കെ, ഫ്രാക്ഷൻ അല്ലേ, കൊസീക്ക് മാറി സീക്ക് എക്സ് ആകും. ഇനി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കിയാൽ മതി. ഇത് തേർഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. കാര്യം 3π/2 ഇങ്ങോട്ട് വരും. തേർഡ് ക്വാഡ്രന്റിലെ കൊസീക്ക് നെഗറ്റീവ്. ഓക്കെ, അപ്പം മൈനസ് സീക്ക് എക്സ് എന്ന് വരും. ഇനിയാണ് സിമ്പിൾസ്. സൈൻ π പ്ലസ് എക്സ് എത്ര വരും? പൈ ആണ്, നോ ചേഞ്ച്. ഇപ്പം സൈൻ എക്സ്, പൈക്ക് ഫ്രാക്ഷൻ ഇല്ലല്ലോ, അപ്പം പൈക്ക് നോ ചേഞ്ച്. π പ്ലസ് എക്സ് തേർഡ് ക്വാഡ്രന്റിലേക്ക് പോയി. കാര്യം പൈ ഇവിടെയാണ്, അപ്പോൾ പൈനോട് ഇവിടെ കൂട്ടി, അപ്പോൾ ഇവിടെയാണ് ആംഗിൾ വരിക. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ്, സോ മൈനസ് സൈൻ എക്സ്. ഓക്കെ, നെക്സ്റ്റ് കോട്ട് π പ്ലസ് എക്സ് എന്ത് തന്നെ ആയിരിക്കും? കോട്ട് എക്സ് തന്നെ ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ കോട്ട് പോസിറ്റീവ്, സോ പോസിറ്റീവ് കോട്ട് എക്സ്. ഇനി സൈൻ π മൈനസ് എക്സ്. ഓക്കെ, 180ൽ നിന്ന് എക്സ് കുറച്ചു. ഓക്കെ, എനിവേ സൈൻ എക്സ് ആണ് ആംഗിൾ. മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നോക്കിയാൽ മതി. AS TC എന്നല്ലേ, AS TC. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ്, സോ സൈൻ എക്സ് വരും. ഇനി സീക്ക് π മൈനസ് എക്സ്, ചേഞ്ച്, സീക്ക് എക്സ് തന്നെ വരും. മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നോക്കിയാൽ മതി. മൈനസ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം? പൈ ഇവിടെ, പൈന്ന് എക്സ് കുറച്ചു, അപ്പോൾ ഇവിടെ വരും. ഇവിടെ കോസും സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, അപ്പോൾ ഇത് മൈനസ് സീക്ക് എക്സ് വരും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകും. ഇത് 8 എണ്ണം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇച്ചിരി ലെങ്തിയിൽ പറയുന്നത്. 8 എണ്ണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 40 എണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് 48 എണ്ണവും ചെയ്യാത്തത്. അപ്പോൾ നോക്കാം. സൈൻ 2π പ്ലസ് എക്സ്. ഓക്കെ, 2π എന്ന് പറയുമ്പോൾ ഫുൾ റൊട്ടേഷനായി, എക്സ് ആംഗിൾ കൂട്ടി. ഓക്കെ, എനിവേ ആംഗിൾ സൈൻ എക്സ് ആണ്. കാര്യം പൈക്ക് ഫ്രാക്ഷൻ ഇല്ല, സോ അത് തന്നെ വരും. എനിവേ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, സോ പോസിറ്റീവ് സൈൻ എക്സ്. നെക്സ്റ്റ് കോട്ട് 2π പ്ലസ് എക്സ്. ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ, ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ക്വാഡ്രന്റിലോട്ട് പോയി, സോ കോട്ട് എക്സ് തന്നെ പോസിറ്റീവ് വരും. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് സൈൻ 2π മൈനസ് എക്സ്. 2π മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 360 ഏതൊരു ആംഗിൾ കുറഞ്ഞു, ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ എനിവേ ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. എന്തായിരിക്കും? AS TC എന്നല്ലേ, അപ്പോൾ കോസ് ആണ്. കോസും കോസിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള സീക്കും ആണ് അവിടെ പോസിറ്റീവ്, അപ്പോൾ ഇത് നെഗറ്റീവ് ആകും. ഓക്കെ, പിന്നെ ഒരു ഇൻവേഴ്സ് നോക്കാം. കൊസീക്ക് 2π മൈനസ് എക്സ്. ഓക്കെ, എനിവേ ഫംഗ്ഷൻ കൊസീക്ക് എക്സ് തന്നെയാണ്, അതിൽ മാറ്റില്ല. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കിയാൽ മതി. എന്തായിരിക്കും? AS TC, കോസും
കോസിൻ്റെ ഇൻവേഴ്സും ഏതാ സീക്കും, അല്ലാത്ത എല്ലാം നെഗറ്റീവാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലാത്ത ആംഗിൾസിൻ്റെ സൈൻ വാല്യൂസ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സൈൻ 15 ഡിഗ്രി. സൈൻ 15 ഡിഗ്രിനെ എനിക്ക് സൈൻ 45 മൈനസ് 30 എന്ന് എഴുതാം. ഓക്കെ, ഇത് സൈൻ എക്സ് മൈനസ് 5 ഫോർമാറ്റിലല്ലേ, അപ്പോൾ എനിക്ക് എഴുതാം സൈൻ എക്സ് കോസ് 5 മൈനസ് സൈൻ ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ്. ഓക്കെ, ആംഗിൾസിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/√2 ഇൻറ്റു √3/2 മൈനസ് ഹാഫ് ഇൻറ്റു 1/√2. ഓക്കെ, വാല്യൂസ് ഇടുക. അപ്പോൾ √3/2√2 മൈനസ് 1/2√2. 2√2 രണ്ടിനും കോമൺ ആയതുകൊണ്ട് ഒരുമിച്ച് എഴുതുന്നു. സോ √3 മൈനസ് 1/2√2. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈൻ 15ന്റെ വാല്യൂ കിട്ടും. ഇനി സൈൻ 75 എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അത് സൈൻ 45 പ്ലസ് 30 ആണ്. സോ എങ്ങനെ എഴുതാം? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, വാല്യൂസ് ഇടുക. 1/√2 ഇൻറ്റു √3/2 പ്ലസ് 1/√2 ഇൻറ്റു 1/2. ഓക്കെ, വാല്യൂസ് ഇടുമ്പോൾ √3/2√2 പ്ലസ് 1/2√2 രണ്ടിനും കൂടി കോമൺ ഇടുന്നു. സോ √3 പ്ലസ് 1/2√2. ഓക്കെ, അതിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇതുപോലെയാണ് ടാൻ 15ന്റെ വരുന്നത്. സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ സമ്മായോ ഡിഫറൻസ് ആയോ ഒരു ആംഗിൾ എഴുതാൻ പറ്റുമെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതായത് ഇവിടെ 15 എനിക്ക് 45 മൈനസ് 30 എന്ന് എഴുതാം. ടാൻ 45 മൈനസ് 30 എന്ന് എഴുതാം. ഓക്കെ, ഇത് ടാൻ എക്സ് മൈനസ് വൈയുടെ എക്സ്പാൻഷൻ ഇട്ട് ആംഗിൾസിന് വാല്യൂ ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം 2 മൈനസ് √3 എന്ന് കിട്ടും. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത്, അതുകൊണ്ട് അതൊന്നുകൂടി ചെയ്യുന്നില്ല. നമുക്ക് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ ഇക്വേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്നത് പ്രൂവ് ദാറ്റ്സ് ആണ്. പ്രൂവ് ദാറ്റ്സുകൾ കുറെ ചെയ്ത് വരുമ്പോഴാണ് അതിലേക്ക് നമുക്ക് പെർഫെക്ഷനൊക്കെ എത്താൻ പറ്റുക. 1-2 ചോദ്യം ചെയ്യുന്നത് വഴി കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. കൂടുതൽ ചോദ്യങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്കിതിൽ മുന്നേറാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. cos 7x പ്ലസ് cos 5x ബൈ sin 7x മൈനസ് sin 5x ഈസ് ഈക്വൽ ടു cot x എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എടുത്ത് എഴുതിയിട്ട് ഹെൻസ് പ്രൂവ്ഡ് അല്ല. ഇത് ചെയ്ത് സ്റ്റെപ്സ് എഴുതി പോകുമ്പോൾ അവസാനം കോട്ടെക്സ് കിട്ടിയാൽ അത് പ്രൂവ്ഡ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, cos 5x ബൈ sin 7x മൈനസ് sin 5x ചെയ്യാം. ഓക്കെ, cos x പ്ലസ് 5 cos x പ്ലസ് cos yയുടെ എക്സ്പാൻഷൻ അറിയാം. എന്താ? 2 cos x plus y by 2 cos x minus y by 2 whole divided by sin x minus y യുടെ expansion 2 cos 7x plus 5x by 2 sin 7x minus 5x by 2. ഓക്കെ, ആ എക്സ് ഇത് എക്സ് ഇത് വൈ ഇത് എക്സ് ഇത് വൈ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഇത് മൊത്തത്തിൽ വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും cos 2x/2 cos x ബൈ sin x. 2x/2 sin cos x ബൈ sin x വരുമ്പോൾ എന്താകും? cot x ആകും. നേരെ തിരിച്ചാണെങ്കിൽ tan x വരും. ഇത് നേരെ തിരിഞ്ഞ് വന്നാൽ എന്തായി? tan x ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് പ്രൂവ് ദാറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി വേറെ ഒരു കണക്ക് ചെയ്യാം. cos 9x മൈനസ് cos 5x ബൈ sin 17x മൈനസ് sin 3x ഈക്വൽ ടു മൈനസ് sin 2x ബൈ cos 10x ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് തന്നെ ചെയ്യാം? cos x മൈനസ് cos y രൂപത്തിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. sin x മൈനസ് sin y രൂപത്തിലും
ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, മുകളിലും താഴത്തും ഒരുപോലെ വരുന്നതിനെ വെട്ടിക്കളയുക, ബാക്കിയുള്ളത് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആകും. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ -2 സൈൻ എക്സ് പ്ലസ് 5/2 സൈൻ എക്സ് മൈനസ് 5/2 ഡിവൈഡഡ് ബൈ 2 കോസ് 17x plus 3x/2 sin 17x minus 3x/2. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ -2 sin 7x sin 4x/2 sin 2x by 2 cos 10x sin 14x/2 sin 7x. ഓക്കെ, sin 7x കട്ട്. -2 sin 2x by 2 cos 10x. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് ഉത്തരം കിട്ടേണ്ടത്. റോഡ് ടു ആൻസർ ആണ്. എന്ത് ചെയ്താൽ മതി? 2 ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ -sin 2x by cos 10x അതിൻ്റെ ആൻസർ കിട്ടി. ഇതുപോലെ തന്നെയാണ് വേറൊരു കണക്കും, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതേ മോഡൽ തന്നെയാണ് രണ്ടും, സൈനും കോസും അഡീഷൻ ആണെന്ന് മാത്രം. sin 5x അഡീഷൻ ആണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, റൂൾസ് സിമ്പിളും ആണ്. sin 5x plus sin 3x by cos 5x plus cos 3x ഈക്വൽ ടു tan x എന്ന് പ്രൂവ് ചെയ്യാൻ ഇതേപോലെ തന്നെയാണ് മുകളിലും താഴത്തും പ്ലസ് ആണ് എന്നുള്ള ഒരു അനുകൂലനം ഉണ്ട്. സോ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. വേറൊരു ടൈപ്പ് പ്രൂവ് നോക്കാം. sin 5x minus 2 sin 3x plus sin x by cos 5x minus cos 3x ഈക്വൽ ടു tan x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ നമുക്ക് സ്ഥിരമായിട്ടൊരു 2 ഇത് കൂട്ടിയാണ് ഇഷ്ടം, അങ്ങനെ തന്നെ ചെയ്യാം. sin 5x പ്ലസ് sin x പിന്നെ നമ്മളിത് -2 sin 3x ബൈ താഴത്തെ അതുപോലെ തന്നെ cos 5x മൈനസ് cos 3x എന്ന് എഴുതി. ഓക്കെ, sin 5x പ്ലസ് sin എക്സിനെ sin x പ്ലസ് sin y രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അത് ചെയ്യാം. 2 sin 5x plus x/2 cos 5x minus x/2 minus 2 sin 3x whole divided by -2 sin 5x plus x/2 sin 5x minus x/2. ഓക്കെ, ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. sin 6x/2 sin 3x cos 2x minus 2 sin 3x by minus 2 sin 3x sin 2x. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി നിർത്തുക. ഇനി മുകളിലും 2 sin 3x ഉണ്ട് രണ്ടിടത്തും. ഈ ഇക്വേഷനിൽ രണ്ട് ടേംസിലും 2 sin 3x കോമൺ ആണ്. സോ ഞാൻ 2 sin 3xന് വെളിയിലേക്ക് ഇട്ടു. 2 sin 3x ഇൻറ്റു ഇവിടെ ആദ്യം cos 2x മൈനസ് 1 ബൈ -2 sin 3x sin 2x. ഓക്കെ, മുകളിലും താഴത്തും sin 3x ഉണ്ട്, വെട്ടിക്കളയുക. സോ 2 ബൈ -2 cos 2x minus 1 ബൈ sin 2x ഇങ്ങനെ വരും. ഇവിടെ മുകളിലും താഴത്തുള്ള 2നെ വെട്ടിക്കളയുന്നു, മൈനസിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മൈനസ് cos 2x minus 1 ബൈ sin 2x. ഓക്കെ, അപ്പോൾ മൈനസ് cos x cos 2x പ്ലസ് 1 ആ ഒരു രീതിക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 മൈനസ് cos 2x ബൈ sin 2x. ഓക്കെ, 1 മൈനസ് cos 2x നമുക്ക് ഇങ്ങനെ എഴുതാം. cos 2x ഈക്വൽ ടു 1 മൈനസ് 2 sin സ്ക്വയർ x എന്ന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ 1 മൈനസ് കോസ് 2x എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. 2 സൈൻ സ്ക്വയർ എക്സ്. സൈൻ 2x എന്ന് പറയുന്നത് 2 സൈൻ എക്സ് കോസ് എക്സും ആണ്. ഓക്കെ, അപ്പോൾ അതിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 സൈൻ എക്സ് കോസ് എക്സ്. 2ഉം 2ഉം വെട്ടി, സൈനും സൈനും വെട്ടി. ഇവിടെ ഒരു സൈൻ എക്സ് ബാക്കിയുണ്ട്, 2 സൈൻ എക്സ് ഉണ്ട്, ഒരെണ്ണം വെട്ടി. സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടാൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൂഫ് ദാറ്റ്സ് ആണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു വലിയ വാല്യൂ, അതായത് സൈൻ 765 അല്ലെങ്കിൽ സൈൻ 31 π/3, ടാൻ 19 π/3, കോസ് 19 π/3, അങ്ങനെ π/3യുടെ ഫ്രാക്ഷനായിട്ട് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നാലോ അല്ലെങ്കിൽ സൈൻ ഒരു വലിയ ആംഗിൾ വന്നാലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സൈൻ 765 എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ 720 + 45 ഡിഗ്രി എന്ന് എഴുതാം. കാര്യം ഇത് 360യുടെ മൾട്ടിപ്പിൾ, എത്ര 360 പോകും നോക്കാം ഫുൾ റൊട്ടേഷന്. ഇപ്പോൾ 2 റൊട്ടേഷൻ ഉണ്ട്, പിന്നെ ഒരു 45ഉം കൂടി. ഓക്കെ, അപ്പോൾ സൈൻ 720 എന്ന് പറയുമ്പോൾ സൈൻ 2π ആണ്. ഓക്കെ, അതായത് നോ ചേഞ്ച്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? സൈൻ എക്സ് തന്നെ ചെയ്താൽ മതി. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്യാം. ഓർ സൈൻ 31 π/3 എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും നോക്കാം. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സൈൻ 30 π/3 + 1 π/3, അപ്പോൾ 31 π/3 കിട്ടും. ഓക്കെ, 30 π/3 എന്ന് പറയുമ്പോൾ 10π, സൈൻ 10π + π/3. ഓക്കെ, 10π ആണെങ്കിൽ നോ ചേഞ്ച്. അപ്പോൾ എന്ത് ചെയ്യുക? സൈൻ π/3 ഇടുക. സൈൻ π/3 എന്ന് പറയുന്നത് √3/2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ വിധത്തിലുള്ള വാല്യൂസ് വരുന്നത്. നെഗറ്റീവ് വരുന്ന സമയത്ത് കോസ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഒഴിവാക്കുക. കൊസീക്ക് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ, നെഗറ്റീവ് പുറത്തേക്ക് വരുന്ന ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിട്ടിട്ട് പിന്നെ ചോദ്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നെഗറ്റീവ് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദ്യത്തിനെ ആശ്രയിച്ച് ഇരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ പ്രൂഫ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.